ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫേസ്ബുക്കിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് യൂട്യൂബ് മാത്രം ആശ്രയിച്ച് നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഫേസ്ബുക്കിനെ കുറിച്ച് അറിയാത്തവരടക്കമുണ്ട്. ഇതിൽ ഞാൻ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, ഇതിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ എന്തായാലും നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഞാൻ ഈ ചാനലിൽ ഷെമി ടാക്സ് എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഫേസ്ബുക്കിനെ കുറിച്ചിട്ടുള്ള, ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചിട്ടുള്ള, അതിൽ ബെനിഫിറ്റ് എങ്ങനെ കിട്ടുക, എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്തായാലും ഞാൻ ഷെമി ടാക്സ് എന്ന എൻ്റെ ചാനലിലിട്ടാലും എൻ്റെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്നൊരു ചാനലുണ്ട്, അതിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഈ വീഡിയോ ലിങ്കായി പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അതിലെല്ലാ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്കും പലപ്പോഴുമായിട്ട് ഈ ഫേസ്ബുക്കിൽ കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഈ അറിയാത്ത എന്താ വെച്ചാൽ ബിഗിനറായിട്ട് വരുന്നവരാണ്, പലപ്പോഴും അറിയാത്തത് കൊണ്ട് അവർക്ക് കിട്ടുന്ന നഷ്ടം, അവർക്ക് ഒരുപാട് നഷ്ടപ്പെടലുകളാണ് ഉണ്ടാകുന്നത്. എന്താ വെച്ചാൽ യൂട്യൂബിലിടുന്ന വീഡിയോ അവരുടെ ഓൺ കണ്ടൻറ്റാണ്. അത് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്കിൽ കൊണ്ടുവന്നിട്ട് ഇടാൻ പറ്റും. ഫേസ്ബുക്കിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്താണ്, ഇങ്ങനെ ഒട്ടനവധി ഒന്നും അറിയാണ്ടിരിക്കുന്നവരുണ്ട്. അതായത് ഇതിൽ ഒരുപാട് ഭാരിച്ച കടമ്പകൾ ഉണ്ടാവും, എന്നിട്ടാണ് ഇതിൽ മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ, എന്നിട്ട് ഇതിൽ ഏണിങ്സ് കിട്ടുള്ളൂ. യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഷോർട്സിലും ലോങ് വീഡിയോയുടെ ഏണിങ്സ് ആണ് കിട്ടുന്നത്. മോണിറ്റൈസേഷൻ ചെയ്ത ശേഷം ഷോർട്സ് മോണിറ്റൈസേഷൻ ചെയ്ത ശേഷം, അതുപോലെ ലോങ് വീഡിയോ മോണിറ്റൈസേഷൻ ചെയ്ത ശേഷമാണ് ഏണിങ്സ് കയറുന്നത്. പക്ഷേ ഫേസ്ബുക്ക് നേരെ മറിച്ചാണ്. ഒട്ടനവധി സാധ്യതകളാണ് ഫേസ്ബുക്കിലുള്ളത്. നിങ്ങളിടുന്ന വീഡിയോസിന്, നിങ്ങളിടുന്ന പോസ്റ്റുകൾക്ക്, നിങ്ങളിടുന്ന ടെസ്റ്റുകൾക്ക്, നിങ്ങളിടുന്ന ഷോർട്സ് വീഡിയോയ്ക്ക്, നിങ്ങളിടുന്ന ലോങ് വീഡിയോ, നിങ്ങളിടുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ഫേസ്ബുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിലിടുന്ന കാര്യം, ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ കമ്മ്യൂണിറ്റി ടാബ് ഇട്ട് പോസ്റ്റൊക്കെ ഇട്ട് അതിൽ പൈസയൊന്നും കിട്ടുന്നില്ല. നമ്മുടെ ഓഡിയൻസിനെ എൻഗേജ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ അത് നേരെ മറിച്ച് ഈ ഒരു ഫേസ്ബുക്കിലാണ് ഇടുന്നത് വെച്ചാൽ അതിൽ പൈസ കിട്ടുന്നു. അപ്പോൾ നല്ലൊരു കാര്യമാണ്. നല്ലൊരു രീതിയിൽ ഏണിങ്സ് നേടുന്ന ഒട്ടനവധി പേരുണ്ട്. നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേര് ഒക്കെ എനിക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പലവരും ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാനും അതുപോലെ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യാൻ അറിയുന്നതൊക്കെ ഒന്ന് ചെയ്തു പോകാനായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്, നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഏണിങ്സ് നേടുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. അപ്പോൾ യൂട്യൂബേഴ്സായിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സായിട്ടുള്ളവർ തീർച്ചയായിട്ടും അവരുടെ സ്വന്തം വീഡിയോ യൂട്യൂബിലിടുന്ന അതേ വീഡിയോ എടുത്തിട്ട് ഈ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഓൺ കണ്ടൻറ്റ് ഇടണം എന്നുള്ള ഒരു മാനദണ്ഡമേ ഫേസ്ബുക്കിലുള്ളൂ. മറ്റുള്ളവരുടെ നേതൃത്വത്തിലുള്ള കോപ്പി ആയിട്ടുള്ള വീഡിയോ, മറ്റുള്ളവരുടെ നേതൃത്വത്തിലുള്ള വീഡിയോസ് ഒന്നും ഇടരുത്. നിങ്ങളുടെ ഓൺ കണ്ടൻറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പൈസ സമ്പാദിക്കാൻ പറ്റും. ഫേസ്ബുക്കിൽ മുമ്പൊക്കെ 5000 ഫോളോവേഴ്സ് 60,000 മിനിറ്റ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു, അതായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ഒരു പേജ് കാണിച്ചു തരാം. അപ്പോൾ ഇത് കാണിച്ചു തരുമ്പോൾ എന്താ വെച്ചാൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ടെൻഷനും വേണ്ട, സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പേജ് കാണിച്ചു തരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പേജായിട്ട് ക്രിയേറ്റ് ചെയ്യാം, പ്രൊഫൈലായിട്ട് ക്രിയേറ്റ് ചെയ്യാം. രണ്ടിൽ ഏണിങ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. പേജ് ക്രിയേറ്റ് ചെയ്താൽ ഇത്രയും കൂടി ബെറ്ററാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പേജിൽ ഇവിടെ കണ്ടോ, ഇതിൽ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടന്റ് ഇട്ടത്, എൻഗേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടോ മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിവിടെ മോണിറ്റൈസേഷൻ, ഈ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ മോണിറ്റൈസേഷനാണ്. ഇവിടെ നമുക്ക് കണ്ടോ ഈ ഏണിങ്സിൻ്റെ സ്റ്റാറും ഇതെല്ലാം ഓക്കെയാണ്. ഇവിടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓക്കെ, ഇവിടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീ ഇത്തരത്തിൽ സംസാരിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ഇവിടെ ചോദിക്കും. നീല കളറിലൊരു ബോക്സ് ഉണ്ടാവും, അവിടെ നിങ്ങൾ ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് ഒരു ബോക്സും കൂടി വരും. അതിൽ ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. പിന്നെ ഫേസ്ബുക്കാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ തരണയോ വേണ്ട എന്നൊക്കെ വെക്കുന്നത് ഫേസ്ബുക്കാണ്. ഇതിൽ 1000 ഫോളോവേഴ്സ് കഴിഞ്ഞവർക്കും കിട്ടുന്നുണ്ട്, 1 മില്യൺ ഫോളോവേഴ്സ് ആയിട്ട് കിട്ടാത്തവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ എൻഗേജ്മെൻറ്റ്, നമ്മൾ ഫേസ്ബുക്കിനോട് എത്തരത്തിലാണ് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്ന, പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ നമുക്ക് എനേബിൾ ആക്കി തരുന്നത്. ഫേസ്ബുക്കിൽ നന്നായി ആക്റ്റീവ് ആവണം. ഫേസ്ബുക്ക് നന്നായി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ യൂട്യൂബിനേക്കാളും പൈസ നിങ്ങൾക്ക് ഏണിങ്സ് സമ്പാദിക്കാൻ കഴിയും. ഓക്കെ, ഇത് ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിൽ ഇഷ്ടംപോലെ, നമ്മൾ എന്താ വെച്ചാൽ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് മിങ്കിൾ ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരുപാട് നമ്മുടെ ക്രിയേറ്റേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ദിവസം 1000ൻ്റെ മേലെ ആളുകൾ ഇങ്ങനെ മെസ്സേജായിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇടപെട്ട് നമ്മുടെ കയ്യിൽ ഇടപെടുന്നതാണ്. സർവീസ് ആയിക്കോട്ടെ, വ്യൂസ് ആയിക്കോട്ടെ, സബ് ആയിക്കോട്ടെ, ഫേസ്ബുക്കിൻ്റെ ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ, എല്ലാ സോഷ്യൽ മീഡിയേൻ്റെയും ഇത്തരത്തിൽ ഓരോ അനുഭവം നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫാമിലി പകർന്നു തരികയാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, പകർന്നു തരികയാണ്. എനിക്ക് അറിവുകൾ എൻ്റെ ഫാമിലി തന്നെ തന്നുകൊണ്ടേ ഇരിക്കുകയാണ് വാട്സപ്പിലൂടെ. ഇന്ന പ്രശ്നമൊക്കെ അപ്പോൾ അത് സോൾവ് ചെയ്യും, അപ്പോൾ ഞാനത് പഠിക്കും, ആ സോൾവ് ചെയ്ത് കൊടുക്കും, ആ പ്രോബ്ലം ഞാൻ പഠിച്ചു. അതേപോലെ ഒട്ടനവധി കാര്യം. അപ്പോൾ 7 വർഷമായിട്ട് ഈ ഒരു കാര്യം പഠിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്താ, നമ്മുടെ ഫാമിലിയുടെ ഓരോ മുക്കും ഓരോ പ്രശ്നങ്ങളുടെ എന്ത് വന്നാലും എനിക്ക് അതുകൊണ്ട് തന്നെയാണ് അറിയണത്. കാരണം ഇന്നതാണ്, ഇതിനുള്ള സൊല്യൂഷൻ ഇതാണ്, അപ്പം മൈൻഡിൽ ക്ലിക്കാവും.
കാരണം നമ്മൾ ഇത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതൊരു പ്രവൃത്തിയും നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൽ എക്സ്പേർട്ട് ആവും. അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത് നമുക്ക് എന്തൊരു എറർ വന്നാലും എന്തൊരു പ്രോബ്ലം വന്നാലും നമ്മുടെ ഫാമിലി വരുമ്പോൾ അതിനെന്താ ഞാൻ ചെയ്തു തരാമല്ലോ എന്ന് പറയാനുള്ള തൻ്റെ ഇളം ധൈര്യമൊക്കെ എനിക്ക് വരുന്നത് അത് ചെയ്തു കൊടുത്തിട്ടുള്ള ശീലമുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇത്തരത്തിലുള്ള ഫേസ്ബുക്കിലുള്ള നല്ല രീതിയിൽ റവന്യൂ സമ്പാദിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലുള്ളത്. നിങ്ങൾ യൂട്യൂബിലിടുന്ന വീഡിയോസ് തന്നെ നിങ്ങൾക്ക് ഇടാം, ഇൻസ്റ്റാഗ്രാമിലും ഇടാം, ഫേസ്ബുക്കിലും ഇടാം. ഇതെല്ലാം ഈ അനദർ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ ഏണിങ്സ് സമ്പാദിക്കാൻ പറ്റും. നല്ല രീതിയിൽ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ ഫേസ്ബുക്കിൽ നിന്നും കൂടി ഏണിങ്സ് നേടുമ്പോൾ 2 ഏണിങ്സും കൂടി നല്ലൊരു ഏണിങ്സായി മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒട്ടും വൈകാണ്ട് ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷനിൽ ഇൻട്രസ്റ്റ് ഒന്ന് കൊടുക്കുക. എന്നിട്ട് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ടാക്സ് ഇൻഫർമേഷൻ, ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാൻ വരും. അത് നിങ്ങൾ ചെയ്യുക. പറ്റിയാൽ ഞാനൊരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. എന്തായാലും ഞാൻ സർവീസായിട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ. താല്പര്യമുള്ളവർ അങ്ങനെ വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ നോക്കി ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മറക്കാണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫേസ്ബുക്ക് ഒരു പ്രൊഫൈലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പേജോ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറട്ടെ ഫേസ്ബുക്ക്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.